നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ മക്കൾ രണ്ടുപേരും പോയതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും സമയം കിട്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഇട്ട് കാപ്പി കിട്ടേണ്ടോ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് രണ്ടുപേർക്കും പോകണമല്ലോ. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് രാവിലെ ചോറ് റെഡിയാക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കയറി കണ്ട് നോക്കുക. പിന്നെ ഇപ്പോൾ ഇവിടെ ഹാപ്പി വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റപ്പെടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ചാൽ തനിച്ചിരിക്കുമ്പോഴത്തേക്ക് മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റൂം ഒരു അടുക്കള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും അവളെ കളിയും ബഹളങ്ങളും ഇതുപോലെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറുക. അടുക്കളയിലാണെങ്കിലും വീട്ടിനകത്ത് നമ്മൾ വീട്ടിനകത്തിട്ടെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ കുളിപ്പിക്കുന്നുണ്ടല്ലോ. പിന്നെ കുളിപ്പിക്കുന്നുണ്ട്. അവൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ. എനിക്കൊന്നേ പറയാനായിട്ടുള്ളൂ, പിന്നെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന നമ്മൾ അത്രയും സ്നേഹിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പപ്പിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിക്കോട്ടെ കേട്ടോ. പക്ഷേ ഒരിക്കലും പിന്നെ നമ്മളൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു രീതിയിൽ ഒരു നെഗറ്റീവായിട്ടൊന്നും വന്ന് പറയാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ ഹാപ്പീനെ ഒന്നും പറയുന്നത് അത് നമുക്കൊട്ട് സഹിക്കാനായിട്ട് പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്നേഹിച്ച് നല്ല രീതിയിലാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിഷ്ടം ഉണ്ടായിട്ടാണല്ലോ നമ്മൾ വീട്ടിനകത്തിട്ട് നമ്മൾ നോക്കി കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കണ്ട് നിൽക്കുന്ന ഹാപ്പി ഇതിനകത്ത് നിൽക്കുന്നതിൽ ഇത് കാണുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്കത് കാണുമ്പോഴത്തേക്കൊന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർത്തേണ്ട കാര്യവും ഇല്ല. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനുഷ്യനെ എത്രത്തോളം നമ്മൾ സ്നേഹിച്ച് വിശ്വസിച്ച് നമ്മൾ കൂടെ നിർത്തുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേദനയായിരിക്കും. പക്ഷേ ഇതങ്ങനെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടി നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്നെ നമ്മളിടുന്ന ഏതൊരു വീഡിയോയിലാണെങ്കിലും നമ്മൾ ഹാപ്പീനെ മിക്കുള്ള ദിവസങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തും. കാരണം പകൽ ഞാൻ ഹാപ്പി മാത്രമാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഹാപ്പിയുടെ വീഡിയോയും കൂടെയൊക്കെ ഉൾപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഹാപ്പിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഹാപ്പീനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ പട്ടിയകത്ത് കയറ്റി കിടത്തുന്നു എന്ന് പറഞ്ഞും കൊണ്ടുള്ള കമൻറ്റും കാര്യങ്ങളും ദയവ് ചെയ്ത് അത് ഒഴിവാക്കാനായിട്ടൊക്കെ നോക്കണം കേട്ടോ. നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെ കൊച്ചു മക്കളെ നോക്കുമല്ലോ, അതേപോലെയാണ് ഞങ്ങളിവിടെ നോക്കിയെടുത്ത് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാനായിട്ട് പറ്റുമായിരിക്കും. അപ്പോഴും നമ്മളെ മുറ്റത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് പാത്രങ്ങൾ കഴുകി പറക്കി എടുക്കണം. അത് ഞാൻ അപ്പുറത്തെ അടുക്കളയിലോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. രാവിലെ മക്കൾ പോയിട്ട് ഞാൻ വിചാരിച്ചെന്താണ് മുറ്റം അങ്ങ് തൂത്ത് മാറ്റാമെന്ന് വെച്ചാൽ നല്ല മഴക്കോളും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. എപ്പോഴും വേണമെങ്കിലും പെയ്യും. പിന്നെ നാട്ടുമാങ്ങ പലതവണ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് നല്ല വ്യക്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നും കൂടെ ഈ ഒരു നാട്ടുമാങ്ങ കാണിച്ച് നിങ്ങളെല്ലാവരെയും കൊതിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ നാട്ടുമാങ്ങ കണ്ടല്ലോ. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ മുട്ടിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ആർക്കും വേണ്ട. ആദ്യത്തെ ഇതിലൊക്കെ ഭയങ്കര പറക്കക്കും ഭയങ്കര കഴുപ്പ് ജ്യൂസ് എടുപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ശരിക്കും വീണ് പോകുന്നുണ്ട്. ആരും എടുക്കുന്നൊന്നുമില്ല. കുറേ കിളികളും കാക്കകളും അണ്ണാനും അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി പറക്കി ഇനിയിപ്പോൾ വെച്ചതിന് ശേഷം വേണം ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ തന്നെ ഞാൻ അരി എടുപ്പിട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് എല്ലാ ദിവസവും നമ്മൾ രാവിലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഒത്തിരി അങ്ങ് സമയം താമസിച്ച്. പിന്നെ അതുപോലെ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ ഇതൊക്കെ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം അങ്ങ് എടുക്കുക. പിന്നെ ഉള്ളത് വെച്ചിട്ടൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് ചെയ്യുന്ന ജോലി കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ ഡെയിലി ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വോയിസ് ഒക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും. എന്നാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും കാണും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കളയെല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യായിരുന്നു. ഒരു ശകലം നാരങ്ങ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനെടുത്ത് നാരങ്ങ പിഴിഞ്ഞ്. ഇതിന് തണുപ്പില്ല എന്ന് വെച്ചാൽ തണുപ്പ് കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് പ്രശ്നം വരുമല്ലോ. ഇപ്പോൾ ഇത്തിരി നല്ല രീതിയിൽ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മളെ പച്ചക്കറിയിൽ കിടന്ന കഴുത്തങ്ക ഉണ്ടല്ലോ, വേറെ നാട്ടിലൊക്കെ എന്തായിരുന്നു പറയുന്നത് എനിക്കറിയില്ല. അത് ഞാൻ വിഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച് പച്ചക്കറി മേടിച്ചപ്പോഴത്തേക്ക് അതിൽ സവോള മേടിച്ചിടാനായിട്ട് ഞാനും മറന്നു പോയിട്ടുണ്ടായിരുന്നു. കടയിൽ സവോള ഇങ്ങനെ ഇടാനും അവർ മറന്ന് പച്ചക്കറിയിൽ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും തൽക്കാലം ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഇതും കൂടെ ഒരു വിഴുക്ക് വരട്ടാം. പിന്നെ രാവിലെ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വഴുതന അതെടുത്ത് വിഴുക്ക് വരട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു ലേശം ഇരിപ്പുണ്ട്. എന്നാലും ഇപ്പോൾ ഇത് വെച്ചാൽ വൈകിട്ട് പിന്നെ മോളും കൂടെ പഠിച്ചിട്ട് വരുമ്പോഴും മോൻ വരുമ്പോഴത്തേക്കും പിന്നെ കറിയൊക്കെ വേണമല്ലോ. അപ്പോഴും ഞാൻ വിചാരിച്ച് എന്തായാലും കഴുത്തങ്ക എടുത്ത് ചെറിയ രീതിയിൽ
വിഴുക്ക് പുരട്ടി വെക്കാം. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ വിഴുക്ക് പുരട്ടി വെക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും ചേർത്ത് കൊടുക്കല്. ലേശം ഉപ്പ് വെള്ളം ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഈ ഉപ്പ് വെള്ളം ഇങ്ങനെ ഒഴിച്ച് എനിക്കതൊരു ശീലം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കണം. പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ലേശം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു സ്പൂൺ മതി, ചെറുത്. പിന്നെ അല്ല, നമ്മൾ ഈ അടച്ചിരിക്കുന്ന അടപ്പിനാണെന്നുണ്ടെങ്കിൽ അതിന് ഒരടപ്പായാലും മതി കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ തട്ടി കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്, പിന്നെ വീഡിയോ ഇടുന്ന സമയത്താണെങ്കിൽ പോലും ആരെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഏതൊരു മനുഷ്യനാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണാം. അതൊക്കെ എല്ലാ കാര്യങ്ങളും പിന്നെ വന്ന് പറയുന്നവർ കാണും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ എൻ്റെ യൂട്യൂബിനകത്ത് ഇപ്പോൾ മക്കളെ ആണെങ്കിലും അല്ലെങ്കിൽ ആരും എനിക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങൾ പറയാനോ ആരുടെ ഒരു കാര്യത്തിന് ഇടപെടാനോ ഒന്നിനും എനിക്ക് വയ്യ. പിന്നെ കുട്ടികളെ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. പിന്നെ ഇപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് നമ്മളെ ഒരു ജീവിത മാർഗ്ഗമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതിൽ നമുക്ക് വീഡിയോ ഇട്ട് പോയാലേ നമുക്ക് വല്ലപ്പോഴും ഇതൊന്നും എന്തെങ്കിലും വരുമാനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഒരു തരത്തിൽ ഞാനാണെന്നുണ്ടെങ്കിൽ വേറെ ഒരാളിൻ്റെ കാര്യങ്ങളും കയറി ഇടപെട്ട് അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്നൊന്നും ആർക്കുള്ള ഒരു കാര്യത്തിൽ ഇടപെടാനോ ചോദിക്കാനോ എടുക്കാനോ പോകത്തില്ല. പിന്നെ നമ്മൾ വീഡിയോ ഇട്ട് പോകുമ്പോഴത്തേക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ചില കമൻറ്റ് കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഫാമിലിയെ പറ്റി അല്ലെങ്കിൽ അവർക്ക് നമുക്ക് പറയാൻ ആഗ്രഹം ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞേ പറ്റൂ, അതിന് മറുപടി കൊടുത്തേ പറ്റൂ. എന്തിനാണ് അത് നമ്മൾ പറയുമ്പോൾ അതിൽ പിടിച്ച് കയറി എന്തിനാണെന്ന് മറ്റുള്ളവരെ കൂടെ ഇതിലോട്ട് വലിച്ചിടുന്നത്? പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ഇട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളെപ്പോലുള്ളവർ, നിങ്ങൾക്ക് എത്രയോ യൂട്യൂബ് ചാനലുകൾ വേറെ ആൾക്കാരൊക്കെ എന്തെല്ലാം കാണിക്കുന്നത് അവിടെയൊക്കെ ചെന്നിട്ട് ഇഷ്ടം പോലെ പറയാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാണ് വെറുതെ പാവങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ നമ്മളെയൊക്കെ കുത്തി നോവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു സുഖം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാനായിട്ട് വയ്യ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ സന്തോഷം കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ കാണും. എനിക്കത് മാത്രം മതി. അപ്പോഴെന്തായാലും നമ്മൾ അടുക്കളയിലെ പണി കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മണി പ്ലാന്റിൻ്റെ വെള്ളം ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കുക. അതവിടെ വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെയാണ് ഇത് തന്ന ആളിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇച്ചിരി നല്ലതുപോലെ വളർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് വളച്ചൊക്കെ ഞാൻ അതിനകത്ത് വെച്ച് കൊടുത്ത് അതവിടെ ഇരിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുകളിൽ ട്യൂബ് വെച്ചിരിക്കുന്ന മോനാണ് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് തന്നതാണ്. തേങ്ങ അരയ്ക്കാതെ മീൻകറി അത് ഞാൻ നേരത്തെ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ രാവിലെ മോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻ വറുത്തതിൻ്റെ എണ്ണ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ തന്നെ ബാക്കി മീനും കൂടെ ഞാൻ എടുത്ത് വറുത്തെല്ലാം വെച്ച് അടുക്കള ഏതാണ്ടൊക്കെ ഒതുക്കി പിന്നെ ചോറ് ചരിച്ച് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഹാപ്പിയാണെങ്കിൽ ഇവിടെ കിടക്കുവാണ് കേട്ടോ. ഒരു പാവക്കുട്ടി അങ്ങ് മോളെ റൂമിൽ കിടന്ന് അവിടെ പോയി എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ കിടന്നുള്ള പരാക്രമമായിരുന്നു ഇത്രയും നേരം കൂടെ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്ത് മീന് പോയ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മീനിനെ തിരക്കിപ്പോയി ആകെ ടെൻഷൻ കയറി ഇവിടെ അത്രയും നടന്ന് എടുത്ത് അലഞ്ഞൊക്കെ വന്നിട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഇന്നലെ ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ചോറ് വെക്കുന്നപ്പോൾ ഇന്നലെ നമ്മൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ തലയ്ക്കും തലേന്നങ്ങാണ്ട് നമ്മൾ ചക്ക അവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുത്തതെന്ന് വെച്ചാൽ ആ ചക്ക അവിച്ചിട്ട് എൻ്റെ ബാലൻസ് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നലെ കഴിക്കാനായിട്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ ആ ഒരു വീഡിയോ ഇന്നലെ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇതിൽ കൊടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തിയും വിഴുക്ക് വരട്ടി പിന്നെ അത് രാവിലെ മോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. വഴുതനങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അത് വിഴുക്ക് വരട്ടി അത് 2 തേങ്ങ അരച്ച് ചമ്മന്തി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങ് ചള്ളായിപ്പോൾ രാവിലെ അരച്ചതാണല്ലോ. അപ്പോൾ എന്തായാലും കഴിക്കാനൊക്കെ എടുത്തു വെച്ച് മോളും വന്നിട്ടുണ്ട്. അപ്പോഴെന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അറിയാമല്ലോ എന്ന് വെച്ചാൽ മക്കൾ പോയതിന് ശേഷം മുതൽ എടുത്ത വീഡിയോ ആണ്. പിന്നെ ഉള്ളത് വെച്ചിട്ട് ഉള്ള രീതിയിലൊക്കെ വീഡിയോ ഇടാം. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണേ, ഒരു വീഡിയോ പോലും മുടക്കരുത്, എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരുന്നാൽ അതിൽ എന്തെങ്കിലും നമുക്കൊരു ബലം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പാവക്കുട്ടി എടുത്ത് വെച്ചിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ ഒരു പാവക്കുട്ടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് കേട്ടോ. അത് എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ ഇതിനെ പോയി അപ്പോഴേ പൊക്കി എടുത്തുകൊണ്ട് വരും. ഭയങ്കര കളിയും ബഹളമാണ് കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു കുഞ്ഞു വാവേനെ ആരും ഒന്നും പറയല്ലേ, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയും നമ്മൾ തറ വയ്ക്കാതെയാണ് നോക്കുന്നത്. അപ്പോഴേ ഡെയിലി നമ്മളെ വീട്ടിൽ നടക്കുന്ന ജോലികളിൽ ഇന്ന് ഒരു ദിവസത്തെ ജോലി കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇനിയും കുറച്ചുണ്ട്, പക്ഷേ ഒത്തിരി അങ്ങായ ഒരുപാടങ്ങ് ലെങ്താവും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.